വൈറൽ മാംഗോ ഐസ്ക്രീം. ഞാനിത് ഉണ്ടാക്കുന്നത് നിങ്ങൾ വിചാരിച്ചോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് ഇത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കാൻ നോക്കി പരാജയപ്പെടുകയും ചെയ്തിന്. നിങ്ങൾ എന്നോട് എപ്പം ചോദിക്കില്ലേ എന്തിനാ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോ വെളിച്ചെണ്ണ വെക്കുന്നേന്ന്? അത് ആ പരാജയത്തിന്ന് പഠിച്ചൊരു പാടായിരുന്നു. എല്ലാം വഴിയെ പറയാ, നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യം മാങ്ങയിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നല്ല മാങ്ങ അരച്ചത് കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. പകുതി പണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി പകുതി കൂടി നോക്കിയാൽ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം മാംഗോ ഷേപ്പിൽ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഒഴിച്ചു കൊടുക്കല്ല കേട്ടാ. ആദ്യം പകുതി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സൈഡിലേക്കെല്ലാം ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മാങ്ങയില്ലേ അത് അതിന്റെ നടുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ആദ്യം ക്രീം വെച്ചിട്ട് മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കാം. ഇനി സംഭവം നേരെ നമുക്ക് ഫ്രീസറിലേക്ക് എത്താം. അത് അടക്കിടന്നൊന്ന് സെറ്റ് ആവട്ടെ. ഇനി നമ്മൾ മാങ്ങേന്റെ ഭംഗി കൂട്ടാനുള്ള പരിപാടി തുടങ്ങാം. ആദ്യം കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കും. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഫുഡ് കളറും ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ കഥയിലേക്ക് പോവാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് ട്രൈ ചെയ്തിന് പറഞ്ഞില്ല. അന്ന് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയപ്പം സംഭവം തിക്കായിട്ടാ വന്നേ. അതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. ചെറിയൊരു കയ്യബദ്ധം, പക്ഷെ കൊടുത്ത വലിയ എഫേർട്ടും വളരെ കൂടുതലായിരുന്നു. മൊത്തത്തിൽ അങ്ങ് കൊളായി. അതിനുശേഷം ഇന്ന് വരെ ചാറ്റ് ജിപിടിന്റെ പരിശീലനത്തിലാണ് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കല്. ഇനി നമ്മള് മാങ്ങ ചോക്ലേറ്റിലൊന്ന് മുക്കിയെടുത്ത് വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് കളറിലും തേച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഞാൻ വീഡിയോക്ക് വേണ്ടി മാത്രമേ കളർ ഇട്ടത് കേട്ടാ. നിങ്ങൾ ആക്കണമെന്ന് ഒരു നിർബന്ധമില്ലാന്ന് മാത്രല്ല കളർ യൂസ് ചെയ്യണ്ടെന്നുള്ളതാണ് എന്റെ ഒരു ഇത്. ഇനിയിപ്പോ നിങ്ങൾ വലിയ പൈസ ഒന്നും കൊടുത്തിട്ട് ഈ ഐസ്ക്രീം ഒന്നും വാങ്ങണ്ട. ഇതേപോലെ ഒന്ന് ആക്കിയാ പോരെ. ഇത്രേ ഇല്ലു പണി. അപ്പൊ പിന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോ. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.